ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് LDC 2024 75 ഹോട്ട് ടോപ്പിക്സിന്റെ 22ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ടോപ്പിക്കില് സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ച് സെറ്റാക്കി തന്നെ പോകാം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെയുള്ള ഫുൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് പോവുക. വൺ ക്ലിക്ക് PSC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ക്യാപിറ്റൽ ലെറ്ററിൽ. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ നോട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കേരള ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിലെ സംസ്ഥാന സിവിൽ സർവീസ്. അതിനു മുന്നേ ആദ്യം ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC ചോദിക്കാറുണ്ട് എപ്പോഴും. വൈസ്രോയ്സ് ആൻഡ് ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിലും വരാറുണ്ട്. കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കോൺവാലിസ് പ്രഭുവാണ്. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർദാർ വല്ലഭായി പട്ടേൽ ആണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സർദാർ വല്ലഭായി പട്ടേൽ. അപ്പോൾ അദ്ദേഹമാണ് ഇന്ത്യൻ എന്താണ് ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭുവും ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായി പട്ടേലും. അങ്ങനെയാണെങ്കിൽ സിവിൽ സർവീസ് ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 21-നാണ് സിവിൽ സർവീസ് ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫോറിസ്റ്റ് സർവീസ് ദിനം എന്നാ ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ 9-നാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ദിനമായി ആചരിക്കുന്നത്, ഒക്ടോബർ 9. ഓക്കെ, ഇനി ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെയാണ് അഖിലേന്ത്യാ സർവീസ്, രണ്ടാമത്തെ കേന്ദ്ര സർവീസ്, മൂന്നാമത്തെയാണ് സംസ്ഥാന സർവീസ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ ഡിവൈഡഡ് ഇൻ ടു 3 ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് അഖിലേന്ത്യാ സർവീസ്, സെക്കൻഡ് വൺ ഈസ് കേന്ദ്ര സർവീസ്, തേർഡ് വൺ ഈസ് സംസ്ഥാന സർവീസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മൂന്നായിട്ട് എന്ത് ചെയ്യാം, ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് തരംതിരിക്കാം. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് എന്ത് അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്. അതായത് എന്താണ് അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ IAS, IPS, IFOS എന്നൊക്കെ പറയുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നതാ? അഖിലേന്ത്യാ സർവീസിൽ പെടുന്ന ആളുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കേന്ദ്ര സർവീസ്. അതായത് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പിൽ മാത്രം എന്ത് ചെയ്യുന്നു, നിയമിക്കപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ IFS, അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒക്കെ വരുന്നത് കേന്ദ്ര സർവീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന IFS-ഉം ഇന്ത്യൻ റെയിൽവേ സർവീസും വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. അതായത് സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളായിട്ടുള്ള സെയിൽ ടാക്സ് ഓഫീസർ ഒക്കെ വരുന്നത് ഏതിൻ്റെ അകത്താന്ന് ചോദിച്ചാൽ സംസ്ഥാന സിവിൽ സർവീസ് വിഭാഗത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിച്ചു. അതിൽ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഓക്കെ, ഇനി അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. അതായത് അഖിലേന്ത്യാ സർവീസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അഖിലേന്ത്യാ സർവീസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 312 ആണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 312. അഖിലേന്ത്യാ സർവീസിന്റെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ.
അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ നിയമനത്തിന്റെ രീതി, സേവന വ്യവസ്ഥകൾ, ശമ്പള സ്കെയില് എന്നിവ തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസ് സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയായിട്ടുള്ള ആരാണ്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ആണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം അഖിലേന്ത്യാ സർവീസുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 312. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അതേപോലെ തന്നെ എന്താണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ എന്താണ് സർവീസിലെ അംഗങ്ങളെ നിയമനത്തിന്റെ രീതി, സേവന വ്യവസ്ഥ, ശമ്പള സ്കെയിൽ എന്നിവ തീരുമാനിക്കുന്നത് പാർലമെന്റുമാണ്. ഓക്കെ, ഇനി അടുത്തതാണ് കേന്ദ്ര സർവീസ്. അതായത് കേന്ദ്ര പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ വിഷയങ്ങളും ഭരണവുമായി ബന്ധപ്പെട്ടവയാണ് കേന്ദ്ര സർവീസുകൾ എന്നറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ വിദേശ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, അതേപോലെ തന്നെ റെയിൽവേ സർവീസ്, അതേപോലെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, സെൻട്രൽ സെക്രട്ടറി സർവീസ്, ഇവയെല്ലാം വരുന്നത് കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ കേന്ദ്ര പട്ടികയിൽപ്പെട്ട എല്ലാ വിഷയങ്ങളിലെയും ഭരണവുമായി ബന്ധപ്പെട്ട സർവീസുകളെല്ലാമാണ് ഈ കേന്ദ്ര സർവീസ് വിഭാഗത്തിൽ പെടുന്നത്. ഓക്കെ, ഇനി കേരള സംസ്ഥാന സിവിൽ സർവീസ്, അതായത് നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ് കേരള സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറയുന്നത്. കേരള സംസ്ഥാന സിവിൽ സർവീസിനെ നമുക്ക് വീണ്ടും 2 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് കാറ്റഗറി വരുന്നതാണ് സ്റ്റേറ്റ് സർവീസ്, അതേപോലെ തന്നെ എന്താണ് സബോർഡിനേറ്റ് സർവീസ്. അങ്ങനെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. അതായത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തിലും ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് സംസ്ഥാന സർവീസുകളെ നമുക്ക് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യിക്കാം? നമുക്ക് തരംതിരിക്കാം. അതായത് 4 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൻ്റെ അകത്ത് ക്ലാസ് 1 എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ, അതേപോലെ ക്ലാസ് 2 എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബി ആണ്. ഓക്കെ, ഇനി ക്ലാസ് എയും അതേപോലെ തന്നെ എന്താണ് ക്ലാസ് 1ഉം അതേപോലെ ഗ്രൂപ്പ് എ, ക്ലാസ് 2, ഗ്രൂപ്പ് ബി സർവീസുകൾ എന്ന് പറയുന്നത് ഗസറ്റഡ് സർവീസിൽപ്പെട്ട ആളുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഗസറ്റഡ് സർവീസിൽപ്പെട്ട ആളുകളായിരിക്കും ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഏതിൻ്റെ അകത്ത് വരുന്നത് ക്ലാസ് 1, അതായത് ഗ്രൂപ്പ് എ, അതേപോലെ തന്നെ ഗ്രൂപ്പ് ബി, ക്ലാസ് 2 സർവീസുകൾ ഗസറ്റഡ് സർവീസ്, അതായത് ഗസറ്റഡ് സർവീസിൽപ്പെട്ട ആളുകൾ, അതായത് പച്ചമഷിക്ക് ഒപ്പിടാൻ പറ്റുന്ന ആളുകളാണ് ഈ പറയുന്ന ഗസറ്റഡ് സർവീസിൽപ്പെട്ട ആളുകൾ. അപ്പൊ അവരായിരിക്കും ഈ പറയുന്ന ക്ലാസ് 1 ഗ്രൂപ്പ് എയും ക്ലാസ് 2 ഗ്രൂപ്പ് ബി വിഭാഗത്തിൽപ്പെട്ട ആളുകളും. ഇനി ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെക്കാൾ അധികമായി പല അധികാരങ്ങളും അവകാശങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, പേരുകൾ നിയമനത്തിന് വേണ്ടിയും സ്ഥലം മാറ്റത്തിന് വേണ്ടിയും ഗവൺമെന്റ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും ഓഫീസർ. ഓക്കെ, ഇനി സബോർഡിനേറ്റ് സർവീസിൽ വരുന്നതാണ് നോൺ ഗസറ്റഡ് സർവീസ്, എംപ്ലോയി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ് സർവീസിൽ കേരള റവന്യൂ സർവീസ്, കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ്, കേരള ടൗൺ പ്ലാനിംഗ് സർവീസ്, കേരള ടൂറിസ്റ്റ് സർവീസ്, കേരള സിവിൽ സപ്ലൈസ് സർവീസ്, അതേപോലെ കേരള ഫയർ സർവീസ്, കേരള ക്രിമിനൽ ജുഡീഷ്യറി സർവീസ്, കേരള ഫിഷറി സർവീസ്, കേരള കോപ്പറേറ്റീവ് സർവീസ്, കേരള പഞ്ചായത്ത് സർവീസ്, കേരള ലേബർ സർവീസ്, കേരള പോർട്ട് സർവീസ്, കേരള ജയിൽ സർവീസ്, ഇതെല്ലാം വരുന്നത് സ്റ്റേറ്റ് സർവീസുമായി ബന്ധപ്പെട്ടാണ്. ഇനി കേരള സബോർഡിനേറ്റ് സ്റ്റേറ്റ് സർവീസ്. ഓക്കെ, കേരള സബോർഡിനേറ്റ് സ്റ്റേറ്റ് സർവീസിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കേരള സബോർഡിനേറ്റ് സർവീസ്, കേരള പാർട്ട് ടൈം കണ്ടീജന്റ് സർവീസ്, 70 വയസ്സേ ഉള്ള നിയമനമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, ഇതൊക്കെ ഏതിൻ്റെ അകത്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള സബോർഡിനേറ്റ് സർവീസുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഓക്കെ, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു എക്സാമിന് ചോദ്യം ചോദിച്ചിരുന്നു, താഴെ പറയുന്നവയിൽ ഏത് ഉദ്യോഗസ്ഥനാണ് കേരള സബോർഡിനേറ്റ് സർവീസിൽ പെടുന്നതെന്ന്. അന്ന് ഓപ്ഷനിൽ കൊടുത്തിരുന്നത് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, കേരള ട്രഷറി സർവീസ്, കേരള റവന്യൂ സർവീസ്, കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് എന്നൊക്കെയായിരുന്നു. അപ്പൊ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് ആണ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കേരള സബോർഡിനേറ്റ്
സർവീസ് റൂള്, അതായത് KS ആൻഡ് SSR 1958 വരുന്നത്, പാസ്സാക്കിയത്. കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 ഭാഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 3 എണ്ണമാണുള്ളത്. അതേപോലെ തന്നെ പൊതുവായ വിഷയങ്ങളിലും അവയുടെ നിർവചനങ്ങളെയും കുറിച്ച് ഭാഗം 1 പറയുന്നു. അത് നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ, അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ. ഉദ്യോഗസ്ഥ വൃന്ദം രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന, അതേപോലെ തന്നെ പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. പൊതുഭരണ ശൃംഖലയിലെ ചലനാത്മകമാകുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ ഭരണം, ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ വിൻസെന്റ് ഡി ഗൗർണിയാണ്. ഉദ്യോഗസ്ഥ ഭരണം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ വിൻസെന്റ് ഡി ഗൗർണിയാണ് അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യത്തെയാണ് എന്ത്? ശ്രേണീയപരമായ സംഘാടനം. ഓക്കെ, ശ്രേണീയപരമായ സംഘാടനം എന്താണ്? ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും എന്താണ് കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന രീതിക്ക് പറയുന്ന പേരാണ് ശ്രേണീയപരമായ സംഘാടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെയാണ് സ്ഥിരത, അതായത് പെർമനൻസ് എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെട്ടവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പെർമനൻസ് അല്ലെങ്കിൽ സ്ഥിരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അതായത് നിർവഹിക്കേണ്ട തൊഴിൽ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ചാണ് പറയുന്നത് പ്രൊഫഷണലിസം അല്ലെങ്കിൽ വൈദഗ്ധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് എന്ത്? യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. ഓരോ തസ്തികയ്ക്കും ഓരോ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. അടുത്തത് രാഷ്ട്രീയ നിഷ്പക്ഷത. രാഷ്ട്രീയ നിഷ്പക്ഷത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് എന്താണ്? അതീതമായിരിക്കണം ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ബ്യൂറോക്രസിയുടെ സംഘാടന രൂപത്തിന്റെ നിലവിലുള്ള സ്വഭാവ സവിശേഷതകളെ നിയമരൂപത്തിൽ ആവിഷ്കരിച്ച ജർമ്മൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മാക്സ് വെബർ എന്നുള്ളത്. മാക്സ് വെബർ. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. കാരണം മാക്സി വെബറിന്റെ ഐഡിയൽ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു ബുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് സ്പെഷ്യലൈസേഷനും തൊഴിൽ വിഭജനവും, ശ്രേണീയപരമായി നിർവചിക്കപ്പെട്ടിരിക്കുന്ന അധികാരം, വ്യക്തിഗതമല്ലാത്ത രീതി, നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രാഥമികത, അതേപോലെ യുക്തിസഹമായ നിയമ അതോറിറ്റി, മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള റിക്രൂട്ട്മെന്റും പ്രൊമോഷനുകളും. ഇതൊക്കെ ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സ് വെബർ ആണ്. മാക്സ് വെബർ. അപ്പോൾ ബ്യൂറോക്രസിയുടെ സംഘാടന രൂപത്തിന്റെ നിലവിലുള്ള സ്വഭാവ സവിശേഷതകളെ നിയമരൂപത്തിൽ ആവിഷ്കരിച്ച ജർമ്മൻ സാമൂഹിക ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് മാക്സ് വെബർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള്. ഓക്കെ, അപ്പോൾ ആരാണ്? ജർമ്മൻ സാമൂഹിക ശാസ്ത്രജ്ഞനായിട്ടുള്ള മാക്സ് വെബർ ആണ്. മാക്സ് വെബറിന്റെ ഏതിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? പുസ്തകത്തിലെ ഐഡിയൽ ബ്യൂറോക്രസി എന്ന് പറയുന്ന ആ ബുക്കിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആരാണ്? മാക്സ് വെബർ. ഓക്കെ, അടുത്താണ് നമുക്ക് പഠിക്കാനുള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, KAS. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളം രൂപം നൽകിയ വിഭാഗമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളം രൂപം നൽകിയ വിഭാഗമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ അതർവൈസ് നോൺ ആസ് KAS എന്ന് പറയുന്നത്. നിലവിൽ വന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് 2018 ജാനുവരി 1 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനിടയായ നിയമങ്ങൾ എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചാൽ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനിടയായ നിയമം എന്ന് പറയുന്നത്.
കേരള പബ്ലിക് സർവീസ് ആക്ട് 1968, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറി അതേപോലെ തന്നെ ജില്ലാ കളക്ടറാണ്. ഓക്കെ, ഇനി KS എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് EK നായനാർ ആണ്. 3ാം ഭരണ പരിഷ്കരണ കമ്മീഷനിലാണ് ഈ ഒരു ആശയം മുന്നോട്ടേക്ക് വെച്ചത് 1997. ഓക്കെ, അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ KS നിലവിൽ വന്നത് 2018 ജാനുവരി 1-നാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളം രൂപം നൽകിയ വിഭാഗമാണ് എന്തെന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനിടയായ നിയമമാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 എന്നുള്ളത്. ഓക്കെ, KS എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് EK നായനാർ ആണ്. വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണ്. ഓക്കെ, അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സർക്കാർ ജീവനക്കാരുടെ സേവനം, നിയമനം മുതലായവ സംബന്ധിച്ച് പരാതികളും തർക്കങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ്. കേരളത്തിലും അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, കേന്ദ്രത്തിലാണെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഓക്കെ, അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ സേവനം, നിയമനം മുതലായവ സംബന്ധിച്ച പരാതികളും അതേപോലെ തന്നെ തർക്കങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച കേരളത്തിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നും കേന്ദ്രത്തിലാണെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന പേരിലുമാണ് സ്ഥാപിച്ചത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് 1976 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വന്നത്. കേന്ദ്രത്തിലും അതേപോലെ തന്നെ കേരളത്തിലും വന്നത് ഈ ഒരു സമയത്താണ് 1976. ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് 1976 എന്ത് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വരുന്നത്. ആർട്ടിക്കിൾ 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 323A ആണ്. ഇനി ആർട്ടിക്കിൾ 323B ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 323B-യുമാണ്. ഓക്കെ, 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 323A-യും 323B വകുപ്പുകൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ പറയുന്ന 323A-യും 323B-യും അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുന്നതുമായിട്ടുള്ള ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. പാർലമെന്റിൽ ഇരുസഭകളിലും പാസാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1985 ഫെബ്രുവരി 27-നാണ്. പിന്നീട് 1986, 1987, 2006, 2012 എന്നീ വർഷങ്ങളിൽ ഭേദഗതിയും വന്നു. KAT അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വന്നത് 2010 ഓഗസ്റ്റ് 26-നാണ് KAT നിലവിൽ വന്നത്. ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ബാലകൃഷ്ണൻ നായരാണ്. ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് K ബാലകൃഷ്ണൻ നായർ. നിലവിലെ പ്രസിഡന്റാണ് CK അബ്ദുൾ റഹീം. KAT അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ KAT 6 പേരാണ് നിലവിലെ അംഗങ്ങൾ. ചെയർമാനും അതേപോലെ തന്നെ 3 അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളും 2 ജുഡീഷ്യൽ അംഗങ്ങളും. അങ്ങനെ മൊത്തം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് 6 പേരാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ ചെയർമാൻ 1, 3 അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങൾ, 2 ജുഡീഷ്യൽ അംഗങ്ങൾ. അങ്ങനെ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് KAT-യുടെ 6 പേരാണ്. KAT കേരളത്തിൽ 2 ബെഞ്ചാണുള്ളത്, അതായത് 2 ഓഫീസാണ് നിലവിലുള്ളത്. ഒന്ന് എറണാകുളത്തും അതേപോലെ തന്നെ ഒന്ന് തിരുവനന്തപുരത്തുമാണ് ഈ പറയുന്ന ഓഫീസ് എന്ന് പറയുന്നത്. CIS KAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഇൻഫോർമേഷൻ സിസ്റ്റം ഫോർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പരാതി നൽകിയാൽ അത് ട്രാക്ക് ചെയ്യാൻ തുറന്നു കൊടുക്കുന്ന വെബ്സൈറ്റ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, സർക്കാർ ജീവനക്കാരുടെ സേവനവും അതേപോലെ തന്നെ നിയമനം മുതലായവ സംബന്ധിച്ച് പരാതിയോ അല്ലെങ്കിൽ തർക്കങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തില് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും കേന്ദ്രത്തിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും എന്ത് ചെയ്തത് രൂപം കൊണ്ടത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് 1976 ഇവ വന്നത്. 323A-യും 323B-യും രണ്ടും ഓർത്തു വെച്ചോ. ഒന്ന് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നു. 323B എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റത്തെ ആദ്യ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ നായർ, നിലവിലെ CK അബ്ദുൾ റഹീം. ടോട്ടൽ മെമ്പേഴ്സ് 6 ആണ്.
ചെയർമാൻ, 3 അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ, 2 ജുഡീഷ്യൽ അംഗങ്ങൾ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഭരണപരിഷ്കരണ കമ്മീഷനെ കുറിച്ചാണ്. ഭരണ പരിഷ്കരണ കമ്മീഷൻ. ഓക്കെ, ഭരണപരിഷ്കരണ കമ്മീഷൻ, ഭരണപരിഷ്കാര കമ്മീഷൻ. ഓക്കെ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ എന്നതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിലാണ് എന്ത്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ എന്ന് പറയുന്നത്. ഭരണ നവീകരണം ലക്ഷ്യമാക്കി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രൂപീകരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഭരണപരിഷ്കാര കമ്മീഷനുകൾ എന്ന് പറയുന്നത്. സംസ്ഥാന ഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള ശുപാർശകൾ നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മീഷനാണ് ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്നത്. ഭരണപരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന പൊതുഭരണത്തിലെ പ്രധാന മേഖലകളുടെ എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചോദിക്കാം, 13 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന പൊതുഭരണത്തിലെ പ്രധാന മേഖലകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 13 എണ്ണമാണ്. കേരളത്തിൽ ഇതുവരെ നിലവിൽ വന്ന ഭരണപരിഷ്കാര കമ്മീഷനുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഭരണപരിഷ്കാര കമ്മീഷനുകളാണ് നിലവിൽ വന്നത്. അപ്പോൾ സംസ്ഥാന ഭരണ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന, പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് ഭരണപരിഷ്കാര കമ്മീഷൻ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ വന്നത് 1957 രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ 1965 മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ 1997 നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ 2016 നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷനെ കുറിച്ച് നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷനാണ് ഈ പറയുന്ന 1957 ARC, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ നിലവിൽ വന്നത് 1957. ഒന്നാം സംസ്ഥാന ഭരണ കമ്മീഷന്റെ തലവനാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EMS നമ്പൂതിരിപ്പാടാണ്. ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും സാധാരണക്കാരന്റെ നന്മയ്ക്കായി കൂടുതൽ ഇടപെടലുകൾ നടത്താനാകുന്ന തരം ഭരണ ശുപാർശ ചെയ്ത പരിഷ്കരണ കമ്മീഷനായിരുന്നു ഒന്നാം കമ്മീഷൻ. ആദ്യത്തെ ഭരണപരിഷ്കാര സമിതി ഭരണത്തിന്റെ താഴെത്തട്ടിലുള്ള യൂണിറ്റുകളിലേക്ക് കൂടുതൽ അധികാരം നൽകാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കൂടാതെ ഒരു ജനാധിപത്യ വികേന്ദ്രീകരണ പ്രക്രിയയ്ക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഭരണത്തിനൊരു വികസന ശ്രദ്ധ നൽകുവാനും പ്രതിബദ്ധതയും നിസ്വാർത്ഥ പ്രവർത്തനത്തിനും പ്രചോദനം നൽകാനും കമ്മിറ്റി മുൻകൈയെടുത്തു. ഇനി രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ 1965 രണ്ടാം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ. അധ്യക്ഷനായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MK വള്ളോടിയാണ്. അതായത് സർക്കാരിനെ അഴിമതി മുക്തവും കാര്യക്ഷമതയുമാക്കാനുള്ള നടപടികൾ നിർദ്ദേശിച്ചു. അതായത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഭരണ പരിഷ്കാര സമിതി സംസ്ഥാന നവീകരണത്തിന്റെ മെല്ലെപ്പോക്കും പഞ്ചായത്ത് രാജിന്റെ പരാജയവും ഉദ്യോഗസ്ഥ വൃന്ദം ജനങ്ങൾക്ക് അപ്രാപ്യമായ അവസ്ഥയും ചൂണ്ടിക്കാട്ടിയത് ഏത് കമ്മീഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാം കമ്മീഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ AK വള്ളോടി ആയിരുന്നു മുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ച സംസ്ഥാനം ഹൈദരാബാദ് ആയിരുന്നു. ഹൈദരാബാദ്. AK വള്ളോടി മുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ച സംസ്ഥാനം ഹൈദരാബാദ്. 1965 രണ്ടാം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ AK വള്ളോടിയാണ്. അടുത്തത് മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ. 1997 മെയ്യിൽ നിലവിൽ വന്ന മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിരുന്നു EK നായനാർ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? EK നായനാർ ആണ്. ഭരണം സുതാര്യമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആദ്യത്തേതും പൗരാവകാശ രേഖ, പരാതി പരിഹാരം, സുതാര്യത, വിവരാവകാശം എന്നിവയെ പറ്റി പറയുന്നതും ഇതിന്റെ അകത്തായിരുന്നു. മൂന്നാമത്തെ റിപ്പോർട്ടിൽ സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചും പരാമർശിച്ചു. അതേപോലെ തന്നെ നാലാമത്തെ റിപ്പോർട്ട് പേഴ്സണൽ പരിഷ്കാരങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചു. ഓക്കെ, ഇനി നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ ആയിരുന്നു ഏത്? 2016 VS അച്യുതാനന്ദൻ. നാലാം സംസ്ഥാന ഭരണ പരിഷ്കാര കമ്മീഷൻ 2016 സെപ്റ്റംബറിലാണ് വന്നത്. ഇനി നാലാം സംസ്ഥാന ഭരണ പരിഷ്കാര കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു CP നായരും അതേപോലെ തന്നെ നീല ഗംഗാധരനും. നാലാം സംസ്ഥാന ഭരണ പരിഷ്കാര കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറി ആയി പ്രവർത്തിച്ചത് ഷീല തോമസ് ആണ്. ഷീല തോമസ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റൊന്നും വേണ്ട. അതായത് ഭരണപരിഷ്കാര കമ്മീഷനുകൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ
വിലയിരുത്തി പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് ഭരണപരിഷ്കാര കമ്മീഷൻ. ആകെ 4 ഭരണപരിഷ്കാര കമ്മീഷനാണ് നിലവിൽ വന്നത്. 1957, 1965, 1997, 2016. ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്, രണ്ടാമത്തെ AK വള്ളോടി, മൂന്നാമത്തെ EK നായനാർ, നാലാമത്തെ VS അച്യുതാനന്ദൻ. അപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ വന്നത്. കേന്ദ്രത്തിൽ 2 ഭരണപരിഷ്കാര കമ്മീഷൻ വന്നു. 1966 മൊറാർജി ദേശായിയും അതേപോലെ തന്നെ 2005 വീരപ്പ മൊയ്ലിയും. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഓർത്തു വച്ചേക്കുക. ഓക്കെ, ഇനി സർക്കാർ ജീവനക്കാരുടെ നിയമന സേവന ചട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സർക്കാർ ജീവനക്കാരുടെ നിയമന സേവന വേതന ചട്ടങ്ങൾ. ആർട്ടിക്കിൾ 309 പാർട്ട് 16 ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പാർട്ട് 14 ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി നിയമന സേവന വേതന ചട്ടങ്ങൾ രൂപീകരിക്കാം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 309 പാർട്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 14 ഇതിനെക്കുറിച്ച് പറയുന്നത്. അനുച്ഛേദം 309 പ്രകാരം കേരള നിയമസഭ നിർമ്മിച്ച പ്രധാന ആക്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് KS ആൻഡ് SSR 1958 പാർട്ട് 1, 2, 3 ആണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്. ഓക്കെ, രണ്ടാമത്തെയാണ് കേരള സർവീസ് റൂൾസ് പാർട്ട് 1, 2, 3 1959 എന്ന് പറയുന്നത്. അടുത്തതാണ് കേരള സിവിൽ സർവീസ് റൂള് 1960, ക്ലാസിഫിക്കേഷൻ കൺട്രോൾ അപ്പീൽ പാർട്ട് 4, പാർട്ട് 5, പാർട്ട് 6. കേരള ഗവൺമെന്റ് സർവീസ് കോൺട്രാക്ട് റൂൾസ് 1960 പാർട്ട് 15, 48, 93B, CEF ആണ്. ഓക്കെ, ഇനി കേരള പ്രൊവിഡന്റ് ഫണ്ട് റൂള് 1964, കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതെന്താന്നുള്ളതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ കേരള സർക്കാർ ജീവനക്കാരുടെ നിയമന സേവന വേതന ചട്ടങ്ങൾ കുറിച്ച് ആർട്ടിക്കിൾ 309 പാർട്ട് 14 ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി നിയമന സേവന ചട്ടങ്ങൾ രൂപീകരിക്കാം എന്നതാണ് പറയുന്നത്. 309 പ്രകാരം കേരള നിയമസഭ നിർമ്മിച്ച പ്രധാന ആക്ടുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 6 എണ്ണം. ഇനി കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് ആക്ട് KS ആൻഡ് SSR 1958 കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 അനുസരിച്ചാണ് കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂള് രൂപീകരിച്ചത്. ഓക്കെ, ഇനി പാസ്സാക്കിയ വർഷം എന്നാ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു 1958. കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 ഭാഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3 എണ്ണമാണ് ഉള്ളത്. പൊതുവായ വിഷയങ്ങളും അവയുടെ നിർവചനങ്ങളെയും കുറിച്ചാണ് ഭാഗം 1 പറയുന്നത്. അപ്പോൾ ഭാഗം 1 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പൊതുവായ വിഷയങ്ങളും അവയുടെ നിർവചനങ്ങളെയും കുറിച്ചാണ് പാർട്ട് 1 പറയുന്നത്. ഇനി പാർട്ട് 2 പൊതു ചട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പാർട്ട് 2 പൊതു ചട്ടങ്ങളെ കുറിച്ചാണ് പാർട്ട് 2 പറയുന്നത്. ഓക്കെ, ഇനി പാർട്ട് 3 പ്രത്യേക ചട്ടങ്ങൾ. ഓക്കെ, അപ്പൊ പ്രത്യേക ചട്ടങ്ങൾ എന്ന് പറയുന്നത് പാർട്ട് 3 സ്പെഷ്യൽ റൂൾസിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഈ നിയമത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 2 ആണ്. 2-14. ഓക്കെ, ഈ നിയമപ്രകാരം പട്ടികജാതിയിലെ ഉപവിഭാഗങ്ങൾ 53 പട്ടികവർഗത്തിലെ ഉപവിഭാഗങ്ങൾ 36. ഓക്കെ, ഈ നിയമപ്രകാരം ഏതെങ്കിലും വിഭാഗം ജീവനക്കാരുടെ നിയമനത്തിന് ജോലിയുടെ സ്വഭാവം, യോഗ്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ആവശ്യമായേക്കാവുന്ന പക്ഷം ആ വിഭാഗം ജീവനക്കാർക്ക് വേണ്ടി പ്രത്യേക ചട്ടങ്ങൾ രൂപീകരിക്കാവുന്നതാണ്. ഓക്കെ, ഇനി കേരള സ്റ്റേറ്റ് സർവീസ് റൂൾസ് 1959 പാർട്ട് 1, 2, 3. ഓക്കെ, അതായത് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂറിലെയും കൊച്ചിയിലും ഭരണവ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഒരുമിച്ചു ചേർത്ത് കേരള സംസ്ഥാനത്തിന്റെ കീഴിൽ ഏകീകരിക്കുവാനായി രൂപപ്പെടുത്തിയ ഏകീകൃത ചട്ടങ്ങൾ അടങ്ങിയ നിയമമാണ് ഈ പറയുന്ന കേരള സർവീസ് റൂൾ എന്ന് പറയുന്നത്. കേരള സർവീസ് റൂള് 1953. അതിൽ 3 പാർട്ടാണുള്ളത്. ഒന്നാമത്തെ അതായത് കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അതേപോലെ തന്നെ ലീവ്, യാത്രാബദ്ധ, പെൻഷൻ എന്നിവയെ കുറിച്ച് സംബന്ധിച്ച നിയമമാണ്. ഒന്നാമത്തെ പാർട്ട് 1 പറയുന്നത് ശമ്പളം, ലീവ്, വിദേശ സേവനം. 1959 നവംബർ 1 ഇത് എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പാർട്ട് 2. അത് യാത്രാബദ്ധ നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. യാത്രാബദ്ധ
നിയമങ്ങളെ കുറിച്ചാണ് നിലവിൽ പറയുന്നത്. ഇനി പാർട്ട് 3 പറയുന്നത് എന്തിനെ കുറിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ കുറിച്ചാ? പെൻഷൻ നിയമങ്ങൾ 1959 നവംബർ 1 നിലവിൽ വന്നു. ഓക്കെ, പെൻഷൻ നിയമങ്ങളെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ കേരള സർവീസ് റൂൾസ് 3 ഭാഗങ്ങളായി തിരിച്ചു. ഭാഗം 1 സേവനത്തിന്റെ പൊതുവായ വ്യവസ്ഥകൾ, ശമ്പള നിശ്ചയികൾ, ലീവ്, ജോയിൻ ചെയ്യുന്ന സമയം, വിദേശ സേവനം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഭാഗം 1 ഉൾപ്പെടുന്ന അധ്യായങ്ങൾ 11 ഭാഗം 1 ഉൾപ്പെടുന്ന ചട്ടങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 159 വരെ ചട്ടങ്ങളാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഭാഗം 2 ആണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ യാത്രാ ചെലവുമായി ബന്ധപ്പെട്ട നിയമമാണ്. ഭാഗം 2 ഉൾപ്പെടുന്ന അധ്യായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 2 അധ്യായങ്ങൾ ചോദിച്ചാൽ അത് 5 ഇനി ഭാഗം 3 ആണെങ്കിലോ പെൻഷൻ നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭാഗം 3 ഉൾപ്പെടുന്ന അധ്യായങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 10 ഉള്ളത്. ഭാഗം 3 ഉൾപ്പെടുന്ന ചട്ടങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 1 മുതൽ 151 വരെയാണ് ചട്ടങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന എന്താണ് ഭാഗങ്ങളും പഠിക്കുക, അതേപോലെ തന്നെ എന്താണ് എത്ര ചട്ടങ്ങൾ ഉണ്ടെന്നുള്ളതും ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം റാങ്ക് മേക്കിംഗ് ഉള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ലെവലിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അടുത്തതാണ് കേരള സിവിൽ സർവീസ് റൂള് 1960 എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ ആൻഡ് അപ്പീൽ പാർട്ട് 4, 5, 6. കേരള സർവീസിന്റെ വർഗീകരണം, ജീവനക്കാർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾക്കെതിരെയുള്ള അപ്പീലുകൾ എന്നിവ അടങ്ങുന്നു. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 പ്രകാരം കേരള സർക്കാർ ഉദ്യോഗസ്ഥർക്കു വേണ്ടി കേരള സർക്കാർ രൂപപ്പെടുത്തിയ മറ്റൊരു നിയമമാണ് കേരള സിവിൽ സർവീസ് നിയമം എന്ന് പറയുന്നത്. അതായത് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും എന്നതാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് തരംതിരിക്കല്, നിയന്ത്രണം, അപ്പീല്. ഓക്കെ, ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭാഗം 1 പറയുന്നത് ജനറൽ കാര്യങ്ങളെ കുറിച്ചും ഭാഗം 2 ഉദ്യോഗസ്ഥരുടെ വർഗീകരണത്തെ കുറിച്ചും ആണ് പറയുന്നത്. ഓക്കെ, ഈ നിയമത്തിലെ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന സർവീസുകളാണ് സ്റ്റേറ്റ് സർവീസുകളിൽ ഉൾക്കൊള്ളുന്നത്. ഈ നിയമത്തിലെ ഷെഡ്യൂൾഡ് 2 ഉൾപ്പെടുത്തിയിരിക്കുന്ന സർവീസുകളാണ് സബോർഡിനേറ്റ് സർവീസുകളിൽ ഉൾക്കൊള്ളുന്നത്. അതായത് ഭാഗം 3 നിയമനാധികാരികൾ സെഷൻ 9, ഭാഗം 4 ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ സെഷൻ 10, ഭാഗം 5 ഡിസിപ്ലിനെ കുറിച്ചും ഭാഗം 6 അപ്പീലുകളെ കുറിച്ചും, അതേപോലെ തന്നെ ഭാഗം 5 റിവ്യൂ, ഭാഗം 6 റിപ്പോർട്ട് സമർപ്പണം, അതേപോലെ ഭാഗം 9 പറയുന്നത് എന്താ ചോദിച്ചാൽ മിസ്സെലിനിയസിനെ കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബാധകം നിയമമല്ലാത്ത വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന ഏതാണ് കേരള സിവിൽ സർവീസ് റൂൾസ് 1916 ബാധകമല്ലാത്ത വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഖിലേന്ത്യാ സർവീസ് ജീവനക്കാർക്കും അതേപോലെ തന്നെ കാഷ്വൽ ജീവനക്കാർക്കും എന്തില്ല, ഈ പറയുന്ന നിയമനം ബാധകമല്ല. ഓക്കെ, അപ്പോൾ ഈ നിയമം ബാധകമല്ലാത്ത വിഭാഗക്കാരാണ് അഖിലേന്ത്യാ സർവീസ് ജീവനക്കാരും അതേപോലെ തന്നെ കാഷ്വൽ ജീവനക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാർട്ട് 4 സസ്പെൻഷൻ റൂള് എന്താണ്, അതിനെക്കുറിച്ച് ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല. സസ്പെൻഷൻ റൂള് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി അയാളുടെ ചുമതലയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുന്ന പ്രക്രിയ. ഓക്കെ, അപ്പോൾ കുറച്ചു നാളത്തേക്ക് എന്തോ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അയാളെ സ്വന്തം ചുമതല എന്താണോ അതിൽ നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് സസ്പെൻഷൻ റൂൾ. നമ്മൾ പറയില്ല സസ്പെൻഷനിലാണ് 48 മണിക്കൂറിൽ കൂടുതൽ ഏതെങ്കിലും ഒരു കുറ്റത്തിന് തടവിൽ കഴിയേണ്ടി വന്നാൽ അടുത്ത ദിവസം മുതൽ പ്രസ്തുത ഉദ്യോഗസ്ഥൻ നിയമന അധികാരിയുടെ ഉത്തരവ് പ്രകാരം സസ്പെൻഷനിൽ ആയിരിക്കും. ഇനി പാർട്ട് 5 പറയുന്ന ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻക്രിമെന്റ് നൽകാതിരിക്കൽ, പ്രമോഷൻ നൽകാതിരിക്കൽ, ഗുരുതര കുറ്റം ചെയ്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ഡിസ്മിസൽ, സർവീസിൽ നിന്നും നീക്കം ചെയ്യുന്ന റിമൂവൽ, ഭാവിയിൽ വേറെ ജോലി നേടാൻ തടസ്സമില്ല, ഇതെല്ലാം അച്ചടക്ക നടപടികളിൽ വരുന്നു. ഓക്കെ, അപ്പൊ അച്ചടക്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇൻക്രിമെന്റ് നൽകാതിരിക്കല്, പ്രമോഷൻ നൽകാതിരിക്കല്, ഗുരുതര കുറ്റം ചെയ്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ഡിസ്മിസൽ, സർവീസിൽ നിന്നും നീക്കം ചെയ്യുന്ന റിമൂവൽ, ഇതൊക്കെ. ഓക്കെ, ഇനി പാർട്ട് 5 അപ്പീൽസ് എന്താണ്, ഏതു ശിക്ഷാ നടപടി ലഭിച്ചാലും 2 മാസത്തിനുള്ളിൽ ലഭിച്ച ഉദ്യോഗസ്ഥന് അതിനെതിരെ അധികാരിക്ക് അപ്പീൽ നൽകാൻ അവകാശമുണ്ട് എന്ന് പറയുന്നതാണ് അപ്പീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ശിക്ഷാ നടപടി ലഭിച്ചാലും 2 മാസത്തിനുള്ളിൽ ലഭിച്ച ഉദ്യോഗസ്ഥന് അതിനെതിരെ അധികാരികൾക്ക് അപ്പീൽ നൽകാൻ അവകാശമുണ്ട്. ഇനി കേരള ഗവൺമെന്റ് സർവൻസ് കണ്ടക്ട് റൂൾസ് 1960 എന്ന് പറയുന്നത്
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 309 പ്രകാരം കേരള സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു നിയമമാണ് കേരള ഗവൺമെന്റ് സർവൻസ് കണ്ടക്ട് റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ നിയമത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സംഘടനയിലോ അംഗമാണെന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കരുതെന്നും പറയുന്ന വകുപ്പാണ് സെക്ഷൻ 67. സെക്ഷൻ 67A എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വർഗീയ മത സംഘടനകളുടെയോ അത്തരം ട്രസ്റ്റിന്റെയോ സമൂഹത്തിന്റെയോ ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ല. 2014 കേരള ഗവൺമെന്റ് സർവൻസ് റൂൾസ് ഭേദഗതി നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പാണ് 67A എന്ന് പറയുന്ന വകുപ്പ്. ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തു വച്ചോ, ഉറപ്പായിട്ടും ചോദിക്കാവുന്നതാണ്. ഓക്കെ, മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പെരുമാറ്റ ചട്ടങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഈ വകുപ്പുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പാർട്ട് 15, 48, 50, 93, 93C, 93E, 93F ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 93B, സർക്കാർ ജീവനക്കാർ അവരുടെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതാണ് 93B എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 93C എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത് എന്ന് പരാമർശിക്കുന്ന നിയമത്തിലെ വകുപ്പാണ് 93C. ഇനി 93D എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 93D ഉണ്ട്. അത് സർക്കാർ ഓഫീസുകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ സർക്കാർ ജീവനക്കാർ പുകവലിക്കാൻ പാടില്ല. പുകവലിക്കണത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ തന്നെ എന്ത് ചെയ്യാം, അവർക്ക് എന്താണ് നിയമന നടപടികൾ എടുക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർ വീട്ടുജോലിക്കായി 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെയും നിയമിക്കരുതെന്ന് പറയുന്നത് 93E ആണ്. 93F ആണ്. ഒരു സർക്കാർ ജീവനക്കാരനും ഒരു സ്ത്രീയെ അവരുടെ ജോലി സ്ഥലത്ത് ലൈംഗികമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് 93F എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത് 2014 കേരള ഗവൺമെന്റ് സർവൻസ് റൂൾസ് ഭേദഗതി നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട 67A ആണ്. അത് ഉറപ്പായിട്ടും ഒന്ന് ഓർത്തു വെച്ചോ, കാരണം എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വർഗീയ മത സംഘടനകളുടെയോ അത്തരം ട്രസ്റ്റിന്റെയോ സമൂഹത്തിന്റെയോ ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ല എന്ന് പറയുന്ന എന്താണ് വകുപ്പാണ് ഈ പറയുന്ന അനുച്ഛേദമാണ് 67A എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നാണ് 2014 കേരള ഗവൺമെന്റ് സർവൻസ് റൂൾസ് ഭേദഗതി നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പാണ് 67A. കൂട്ടിച്ചേർക്കപ്പെട്ടത് 2014. ഇനി പാർട്ട് 15, സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയോ മറ്റൊരാളുടെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയോ ഒരു സർക്കാർ ജീവനക്കാരനെ നിർബന്ധിച്ച് രാജിവെപ്പിക്കാനോ അവധിയെടുക്കാനോ പാടില്ല എന്ന് പറയുന്നത് പാർട്ട് 15. ഇനി പാർട്ട് 48, സർക്കാർ ജീവനക്കാർക്ക് സ്വകാര്യ തൊഴിൽ വ്യാപാരം പാടില്ല. പാർട്ട് 50 ആണെങ്കിൽ എന്താണ്, മെഡിക്കൽ ഓഫീസർമാർ ഡ്യൂട്ടി സമയത്ത് സ്വകാര്യ പ്രാക്ടീസ് പാടില്ല. അതായത് ഇപ്പൊ നമ്മുടെ എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആ ഒരു സമയത്ത് മറ്റ് ഡിസ്പെൻസറികളിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ഡ്യൂട്ടി സമയത്ത് മറ്റു സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെതിരെ നമുക്ക് കേസ് എടുക്കാൻ പറ്റുന്നതാണ്. 93B ഡ്യൂട്ടി സമയത്ത് ലഹരി ഉപയോഗിക്കാൻ പാടില്ല. 93C സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീധനം വാങ്ങുന്നത് നിരോധിക്കുന്നു. 93E ആണ് സർക്കാർ ജീവനക്കാർ വീട്ടുജോലിക്ക് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഉപയോഗിക്കാൻ പാടില്ല. 93F ആണ് എന്തെന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർ അവരുടെ ജോലി സമയത്ത് സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ഈ പറയുന്ന കേരള ഗവൺമെന്റ് സർവൻസ് കണ്ടക്ട് റൂൾസ് 1960 ബന്ധപ്പെട്ടതാണ്. പാർട്ട് 15, പാർട്ട് 48, പാർട്ട് 50, പാർട്ട് 93B, പാർട്ട് 93C, 93E, 93F. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും റീസെന്റ് വന്നാണ് ഈ പറയുന്ന ഏതെന്ന് പറയുന്നത് 67A എന്ന് പറയുന്നത്. 67A എന്ന് പറയുന്നത് അതാണ് എന്ത്, സർക്കാർ ഉദ്യോഗസ്ഥനും ഏതെങ്കിലും വർഗീയ മത സംഘടനയുടെയോ അത്തരം ട്രസ്റ്റിന്റെയോ സമൂഹത്തിന്റെയോ ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് 67A എന്ന് പറയുന്നത്. 67A ആണ് കേട്ടോ അത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കേരള പ്രൊവിഡന്റ് ഫണ്ട് റൂള് 1964. കേരള പ്രൊവിഡന്റ് ഫണ്ട് നിയമം എന്താണ്? കേരള ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് നിയമം നിലവിൽ വന്നത്
1964 ഏപ്രിൽ 1 ഇത് നിലവിൽ വന്നത്. ഓക്കെ. ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് നിയമം 1964 അടങ്ങിയിരിക്കുന്ന ചട്ടങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് കേരളത്തിൽ ജോലി ചെയ്യുന്ന കേരള സംസ്ഥാന ജീവനക്കാരുടെയും ഹൈക്കോടതി ജഡ്ജിമാരുടെയും അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരുടെയും GPF അക്കൗണ്ട് ജനറൽ പരിപാലിക്കുന്നു. ഈ നിയമപ്രകാരം ഫണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇന്ത്യൻ രൂപയിലാണ്. ഇതിന്റെ ഫണ്ടുകൾ എന്ത് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്. ജീവനക്കാർക്കെല്ലാം പ്രൊവിഡന്റ് ഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് പറയുന്നു. 2005 മാർച്ച് 17 മുതൽ താൽക്കാലിക ജീവനക്കാർക്കും പ്രൊവിഡന്റ് ഫണ്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി നമുക്കറിയാം, ഈ പെൻഷൻ അർഹിക്കുന്ന ഏതെങ്കിലും സേവനത്തിലെ എല്ലാ സ്ഥിര ജീവനക്കാർക്കും എന്തുണ്ട്, കേരള സർക്കാരിന്റെ താഴെ പറയുന്ന വിഭാഗത്തിൽ GPF ചേരാൻ അർഹതയുണ്ട്. പ്രൊബേഷൻ കാലയളവിലുള്ള ജീവനക്കാർക്ക് പ്രൊബേഷൻ കാലയളവ് പൂർത്തിയാകുമ്പോൾ GPF അംഗമാകും. ഏതെങ്കിലും സേവനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർ 1 വർഷത്തെ സേവനം പൂർത്തിയാകുമ്പോൾ GPF-ൽ അംഗമാകും. 1 വർഷത്തെ സേവനം പൂർത്തിയാകുമ്പോൾ എല്ലാ പാർട്ട് ടൈം ജീവനക്കാർക്കും GPF-ൽ അംഗമാകാവുന്നതാണ്. ഓക്കെ. ഇനി കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഓക്കെ. ഇതിലൂടെ സർവീസ് ചട്ടങ്ങൾ നിർമ്മിക്കാനും ഭേദഗതി വരുത്താനുള്ള നിയമപരമായ അധികാരം കേരള സർക്കാരിന് ലഭിച്ചു. KS നിലവിൽ വരാൻ കാരണമായത് ഈ പറയുന്ന എന്താണ്, കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേരള സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചുപോയി. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് മൊത്തമായിട്ട് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് പോരെ. ടെലഗ്രാമിൽ ഇതിന്റെ നോട്ട് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കൃത്യം 9 മണിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ബോളിലും എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ബോളിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾ കൂടിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.